സൂപ്പറായിട്ട് രക്ഷപ്പെടുത്താൻ പോലും പറ്റില്ല, കാരണം നീക്കാൻ പറ്റുന്ന പറയുന്നല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടുക്കി വാഗമൺ യാത്രയാണ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, എൻ്റെ ഓഫീസിലെ എൻ്റെ സഹപ്രവർത്തകരുമൊത്തുള്ള ടൂറാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്, 1-2 പേർ കൂടി എത്താനുണ്ട്. അതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് രാമുവിൻ്റെ വലിയ തള്ളു തന്നെയാണ്, അത് കേട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും എത്തി, നമ്മൾ യാത്ര പുറപ്പെട്ടു. നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ തൃശ്ശൂർ പിന്നിട്ട് പാലിയേക്കര ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. അതിനിടയിൽ നമുക്കൊരു ചെറിയ പഞ്ചർ കിട്ടി. ബാക്കിലെ ലെഫ്റ്റിലെ ടയർ പഞ്ചറായി. അത് നമ്മൾ മാറ്റാനായിട്ട് നമ്മുടെ രാമു തന്നെയായിരുന്നു മുൻകൈ എടുത്തത്. രാമു വലിയ രീതിയിൽ നമ്മുടെ സാബു ചേട്ടനെ സഹായിച്ചു. നമ്മൾ വാഗമൺ ഹിൽസിലേക്ക് പ്രവേശിക്കുകയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്കുള്ള യാത്രയിൽ വാഗമണിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കരിക്കാട് വ്യൂ പോയിൻ്റ് എന്നാണ് അറിയപ്പെടുക. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പുലിയുടെ ശില്പമുണ്ട്. ഒരു സർക്കാരിൻ്റെ ഏതൊരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ശില്പമുള്ളത്. ഈ ശില്പത്തിന് മുമ്പിൽ നിന്ന് സെൽഫി എടുക്കാനൊക്കെ ആളുകൾ മത്സരിക്കുന്നുണ്ട്. വളരെ മനോഹരമായൊരു വ്യൂ പോയിൻ്റ് തന്നെയാണിത്. നമ്മൾ ആദ്യമായി പോകുന്നത് കുരിശുമലയിലേക്കാണ്. വാഗമൺ യാത്രയിൽ ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒഴിവാക്കിക്കൂടാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് കുരിശുമല. അതിമനോഹരമായ ഒരു ദൃശ്യാനുഭവം തന്നെയാണ് കുരിശുമല നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ നല്ലൊരു നടപ്പാതയൊന്നുമില്ല. വലിയ പാറക്കെട്ടുകളിലൂടെയൊക്കെ അതിസാഹസികമായി തന്നെ വേണം നമുക്ക് കുരിശുമലയിലേക്ക് എത്താൻ. 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിൽ 1 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള, നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു പാറ തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് അല്പം നമുക്ക് നടക്കാൻ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളാണ് നമ്മളെ വരവേൽക്കുക. ഭൂരിഭാഗം സമയത്തും ഇത്തരത്തിലുള്ളൊരു ദൃശ്യാനുഭവം തന്നെയാണ് കുരിശുമല നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ നമ്മുടെ യാത്രയുടെ വലിയൊരു സമയം ഇത് കവർന്നെടുക്കുന്നുണ്ട്. കാരണം 2 കിലോമീറ്റർ ദൂരം നടന്നു പോവുക, അതും ദുഷ്കരമായ പാറക്കെട്ടുകളിലൂടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സമയം അവിടെ നഷ്ടപ്പെടും എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിൽ പോലും 2 ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് വരുന്ന ആളുകൾക്ക് എന്തായാലും കുരിശുമല വളരെ നല്ലൊരു അനുഭവമായിരിക്കും സമ്മാനിക്കുക. കുരിശുമല, തങ്ങൾപ്പാറ, മുരുകൻമല എന്നിങ്ങനെ 3 മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് വാഗമൺ. അതിലേറ്റവും മനോഹരമായ ഒരു ഇടം അത് കുരിശുമല തന്നെയാണെന്ന് പറയേണ്ടി വരും. അത്രമാത്രം പ്രകൃതിയുടെ സൗന്ദര്യം അത് നമുക്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ചാപ്പലുണ്ട്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ പെട്ടെന്നൊരു മഴ പെയ്തു. സത്യത്തിലൊന്ന് പേടിച്ചു. കാരണം ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പാറക്കെട്ടുകളാണ്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. കാല് വഴുതി പോയാൽ അഗാധമായ കൊക്കയിലേക്കാണ് നമ്മൾ വീണു പോവുക. അതുകൊണ്ട് തന്നെ അല്പം ഭയം ഇല്ലാതില്ല. മഴ ഒന്ന് ശമിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചു നടന്നു. ഞങ്ങളുടെ യാത്രയിലെ എല്ലാവരും മല കയറാനുണ്ടായിരുന്നില്ല. കുറേ ആളുകൾ താഴെ വണ്ടിയുടെ സമീപത്ത് വെയിറ്റ് ചെയ്തിരുന്നു. നമ്മുടെ അടുത്ത യാത്ര വളരെ പ്രശസ്തമായ പൈൻ ഫോറസ്റ്റിലേക്കാണ്.
പൈൻ ഫോറസ്റ്റിലേക്കുള്ള വഴിയിൽ ഇരുവശത്തുമായി നിറയെ കടകളുണ്ട്. പ്രത്യേകിച്ചും അവിടെ കുട്ടികൾക്ക് ഉള്ള ടോയ്സും അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സും ഒക്കെയാണ് അവിടെ കൂടുതലായും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു കാര്യം പറയാനുള്ളത്, വാഗമണിൽ പല സ്ഥലത്തും പോയപ്പോൾ ചോക്ലേറ്റുകൾ അതുപോലെയുള്ള ഈ ടോയ്സ് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് അല്പം വില കുറവ് തോന്നിയത് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെയുള്ള കടകളിലായിരുന്നു. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് പൈൻ ഫോറസ്റ്റ്. വാഗമൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇടതൂർന്ന് നിൽക്കുന്ന ഈ പൈൻ മരങ്ങളാണ്. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ നടന്ന് കണ്ട് വരുമ്പോഴേക്കും അല്പം ക്ഷീണിച്ചു. അപ്പോൾ വരുന്ന വഴിക്കൊരു ചേച്ചിയുടെ കട കണ്ടു. അവിടെ നിന്നൊരു സോഡാ സർബത്ത് കഴിച്ചാണ് മടങ്ങിയത്. നമ്മുടെ അടുത്ത യാത്ര നേരത്തെ നമ്മൾ പറഞ്ഞ തങ്ങൾപ്പാറയിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുരിശുമലയും തങ്ങൾപ്പാറയും ഉൾപ്പെടെ 3 മലകളുടെ നടുവിലാണ് വാഗമൺ എന്ന്. ഇനി നമ്മൾ തങ്ങൾപ്പാറയുടെ കാഴ്ചകളിലേക്കാണ്. കുരിശുമല ക്രിസ്തുമത വിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ തങ്ങൾപ്പാറ ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഉറൂസ് സമയത്തൊക്കെ നിരവധി വിശ്വാസികൾ ഈ മല കയറി തങ്ങൾപ്പാറയിലെത്തുന്നുണ്ട്. മൂടൽമഞ്ഞിൻ്റെ കാര്യത്തിൽ കുരിശുമലയേക്കാൾ ഒരുപടി മുന്നിലാണ് തങ്ങൾപ്പാറ. മലകൾ പൂർണ്ണമായും മഞ്ഞിനാൽ മൂടിക്കിടക്കുകയാണ്. ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയുല്ലാഹി തങ്ങൾ എന്ന ഫരീദ ഔലിയായുടെ മഖാമാണിത്. ഇസ്ലാം മത വിശ്വാസികൾ വളരെ ശ്രേഷ്ഠമായി കാണുന്ന ഒരു സ്ഥലമാണിത്. ഈ പാറ കാലം ചെല്ലുന്തോറും വലുതായി വരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റം ഓഫ് ചെയ്ത സമയത്തൊക്കെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ ജോസഫ് ചേട്ടൻ പാട്ടുകൾ പാടിക്കൊണ്ട് ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാഗമണിലെ വളരെ പ്രശസ്തമായ മൊട്ടക്കുന്നുകൾ എന്നറിയപ്പെടുന്ന ഒരു പുൽത്തകിടിയിലേക്കാണ്. ഇവിടെ പ്രധാനമായും സിപ്പ് ലൈനും സ്കൈ സൈക്ലിങ്ങും ഉൾപ്പെടെയുള്ള ചെറിയ സാഹസിക പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. പക്ഷേ അതിന് നല്ല ചാർജും ഉണ്ട്. 400 രൂപയാണ് ഒരു ഐറ്റം ചെയ്യുന്നതിന്. രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ കോംബോ പാക്കിൽ 600 രൂപയ്ക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ചെറിയൊരു തടാകം പോലെ ഒരു സ്ഥലത്ത് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. അതായത് കയാക്കിംഗ് ഉണ്ട്, അതുപോലെ കുട്ടവഞ്ചിയിലുള്ള യാത്രയുണ്ട്. അതിന് വളരെ എക്കണോമിക് ആയിട്ടുള്ള ചാർജ് മാത്രമാണ് ഈടാക്കുന്നത്. മൊട്ടക്കുന്നിലെ കാഴ്ചകൾ കണ്ടിറങ്ങുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. ഞങ്ങൾ നേരെ താമസ സ്ഥലത്തേക്കാണ് പോയത്. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഭക്ഷണം പാഴ്സൽ വാങ്ങി. അതിനുവേണ്ടി പോയ ഒരു റെസ്റ്റോറൻറ്റിലെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. അവിടുത്തെ
ബില്ലിംഗ് കൗണ്ടർ ഒരു വിൻറ്റേജ് കാറിലായിരുന്നു അവർ സെറ്റ് ചെയ്തിരുന്നത്. വളരെ കൗതുകം തോന്നിയ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലമായ റിസോർട്ടിലേക്ക് എത്തി. ആ റിസോർട്ട് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇടയിലാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. ആ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.